ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളെ കോളേജിലെ ഫിഫ ഫാൻ ഷോ. എന്റെ ഈ ജേഴ്സി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഏതാ ടീമാണ്. അതേ ബ്രസീലാണ്. ഇപ്പൊ ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. നല്ല വിഷമമുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. പൂർവാധികം ശക്തിയോടെ ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിൽ തിരിച്ചു വരുന്നതായിരിക്കും. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ആവാനായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യണത്. വെറും മടി. പ്രോഗ്രാം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു, പക്ഷെ രാവിലെ തന്നെ എല്ലാവരും ജേഴ്സി ഒക്കെ ഇട്ടിട്ടാണ് കോളേജിൽ പോയത്. കാരണം ജേഴ്സി ഡേ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിപാടി തുടങ്ങി. സ്പോർട്സ് ഇൻചാർജ് ആയിട്ടുള്ള നിതിൻ സാറായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്ത. സാറിനെ കൊണ്ട് ഞങ്ങൾ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഒക്കെ ചെയ്യിപ്പിച്ച്. പിന്നെ മാം ഉണ്ടായിരുന്നു, ഹന മാം. ആൻഡ് ഹിയർ കംസ് ദ മെയിൻ പ്രോഗ്രാം. ഞങ്ങളും ഞങ്ങളുടെ ജൂനിയേഴ്സും കൂടെ ഒരൊറ്റ രാത്രി കൊണ്ട് സെറ്റ് ചെയ്തെടുത്ത ഡാൻസ് പെർഫോമൻസ്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ, വലിയ കോർഡിനേഷൻ ഒന്നും ഇല്ലാതെ ഞങ്ങൾ കളിച്ചു. നല്ല വൈബായിരുന്നു. ഞങ്ങൾ ആ വൈബ് കാരണം മഴ വരെ പെയ്തു. ഞങ്ങൾ ഡാൻസ് കളിച്ച് മഴ പെയ്യിപ്പിച്ചു. ആൻഡ് അതിനുശേഷം ഞങ്ങളുടെ സീനിയേഴ്സിന്റെ ഡാൻസ് ആയിരുന്നു. ആൻഡ് അവരും തകർത്തു. അതിനുശേഷം വുമൻസിന്റെ ഷൂട്ട് ഔട്ട് കോമ്പറ്റീഷൻ ആയിരുന്നു. ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന, ഫ്രാൻസ്, ഈ 4 ടീം. അങ്ങനെ ആദ്യമായിട്ട് ഏറ്റുമുട്ടിയത് ബ്രസീലും പോർച്ചുഗലാണ്. ബ്രസീലിന്റെ ചുണക്കുട്ടിയായ ഞങ്ങളുടെ സ്വന്തം സീനിയർ തസ്ലിമത്താന്റെ ഗോൾ, യെസ്, ഗോൾ ആയിരിക്കാണ്. അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി പോർച്ചുഗലിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം ജൂനിയർ ശ്രീലക്ഷ്മി, ആൻഡ് അതും ഗോൾ ആയിരിക്കുകയാണ്. ആൻഡ് അടുത്തതായിട്ട് മാളു ഫ്രം പോർച്ചുഗൽ ടീം, ആൻഡ് അതും ഗോൾ ആയിരിക്കുകയാണ്. ഗൈസ് അന്നത്തെ ദിവസം മാളു കൊണ്ടായിരുന്നു. കാരണം മാളു അടിച്ച എല്ലാ ബോളും ഗോളായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഞങ്ങളുടെ സ്വന്തം ദേവു, ആൻഡ് അതും ഗോളായി. ഗൈസ് പോർച്ചുഗലിന് ഒടുക്കത്തെ ഭാഗ്യമായിരുന്നു അന്ന്. അങ്ങനെ വുമൻസ് ഷൂട്ട് ഔട്ടിൽ പോർച്ചുഗൽ ജയിച്ചു, ബ്രസീൽ പൊട്ടി. അടുത്തത് ഫ്രാൻസും അർജന്റീനയും. ആദ്യമായിട്ട് ഗോൾ അടിച്ചത് നിഷ്മ, ആൻഡ് അത് ജസ്റ്റ് മിസ്സായി പോയി. പിന്നെ ഞങ്ങളുടെ സ്വന്തം ജൂനിയർ പാർവതി, ആൻഡ് അത് സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ വുമൻസ് ഷൂട്ട് ഔട്ട് ഫൈനൽ ജയിച്ചത് പോർച്ചുഗൽ തന്നെ. ആൻഡ് അതിനുശേഷമായിരുന്നു മെയിൻ പരിപാടി, മെൻസിന്റെ മാച്ച്. ഫ്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, കാരണം ഞങ്ങളുടെ കോളേജിൽ ബോയ്സ് കുറവാണ്. ബ്രസീൽ ഓരോ ഗോൾ അടിക്കുമ്പോഴും ഞാൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ കളി ബ്രസീലും പോർച്ചുഗലും തന്നെയായിരുന്നു. അതിൽ ബ്രസീൽ തന്നെ ജയിച്ചു ഗൈസ്. പിന്നെ അർജന്റീനയും ഫ്രാൻസും ഏറ്റുമുട്ടി. ഫൈനൽ അർജന്റീനയും ബ്രസീലായിരുന്നു. അതിൽ പിന്നെ ബ്രസീൽ തന്നെ തൂക്കി. ആ സന്തോഷത്തിലാണ് ഞാൻ ഈ കിടന്ന് തുള്ളിച്ചാടുന്നത്. ബ്രസീൽ ജയിച്ചതിന് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഓവറാക്കി ഷോ ഇറക്കിയിട്ടുണ്ട്. അന്ന് ഷോ ഇറക്കിയത് എന്തായാലും നന്നായി. ഇപ്പൊ ഇതാ വേൾഡ് കപ്പ് നിന്ന് പുറത്തായില്ലേ, ഇനിയിപ്പോ എങ്ങനെ ഷോ ഇറക്കാനാ. അങ്ങനെ ലാസ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. വുമൻസ് ഷൂട്ടൗട്ട് ജയിച്ചതിന് പോർച്ചുഗലും, മെൻസ് ത്രീസ് ജയിച്ചതിന് ബ്രസീലും അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. പാവം അർജന്റീനയും ഫ്രാൻസും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മൊത്തത്തിൽ നല്ല അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു. നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു. അപ്പൊ വുമൻ ഓഫ് ദ മാച്ചിനെ കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ആക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.